പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് SI. മാത്രവുമല്ല, എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുന്ന അയാൾ റൂം പരിശോധിക്കുന്നു. അപ്പോഴും അബോധാവസ്ഥയിൽ കിടക്കുകയാണ് അഭിഷേക്. അഭിഷേകിന്റെ ഈ കിടപ്പ് കണ്ട് സംശയം തോന്നുന്ന അയാൾ, ഇതിന് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇത് കണ്ട് ദേവബാലൻ ഞെട്ടുന്നു. ഏയ്, ഒരു പന്തികേടുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. എന്തായാലും ഞാനൊന്ന് പരിശോധിക്കട്ടെ. അല്ല, എന്താ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നേ? അങ്കിൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവന്റെ സുഹൃത്തായിട്ടാണ് വന്നത്. പോലീസായി മാറാനും എനിക്കധികം സമയമൊന്നും വേണ്ട അങ്കിൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഞാനൊന്ന് പരിശോധിക്കട്ടെ റൂം. പരിശോധനയ്ക്കിടയിൽ ഡ്രോയർ തുറന്നതിനെ തുടർന്ന് അവിടെ നിന്ന് ഒരു മരുന്ന് കുപ്പി കിട്ടുകയാണ്. ഇതെന്തിന്റെ മരുന്നാ? അത് പിന്നെ ഇത് അഭിഷേകിന് കൊടുത്തിട്ടുണ്ടോ? ദേവബാല പതറുകയാണ്. ഇതോടെ എന്തോ ചതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അയാൾ. ഇവൻ ഇങ്ങനെ കിടന്നു ഉറങ്ങുന്ന ഒരാളല്ല. എന്തായാലും ഞാൻ ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. ദേവബാല ആകെ വിയർത്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നു പോകുന്നു. ഇനി എന്തായാലും പ്രമീളയെ ചെന്ന് കാണാം എന്ന് പറഞ്ഞ് പ്രമീളയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, ഈ മരുന്ന് എന്തിനാണ്? അഭിഷേകിന് കൊടുക്കുന്നുണ്ടോ ഇത്? ഇതേപ്പറ്റി എനിക്കറിയില്ല. ആ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കാറുള്ളത്. പ്രമീള പറഞ്ഞതിനെ തുടർന്ന് എന്തോ പന്തികേടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അയാൾ. ഇതോടെ കൃത്യമായ അന്വേഷണം കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അയാൾ, ഇതേപ്പറ്റി ഞാൻ എന്തായാലും അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ദേവബാല മുന്നിലേക്ക് വരികയാണ്. ഇത് കണ്ണൻ വൈദ്യർ തന്നതാണ്, ചികിത്സയുടെ ഭാഗമായി, അല്ലാതെ മറ്റൊന്നുമല്ല. ഓ, അപ്പൊ ഇതിന് പിന്നിൽ കണ്ണൻ വൈദ്യരാണ് അല്ലേ? ഞാനും വിചാരിച്ചു ആരായിരിക്കും ഇങ്ങനെയൊരു കളി കളിക്കുക എന്ന്. എന്തായാലും ആ ചതിയനെ മനസ്സിലായി. ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ദേവബാല ഭയപ്പെടുന്നു. മാത്രവുമല്ല, അഭിഷേകിനെ മയക്കി കിടത്തിയ വിവരം പുറത്തു വന്നാൽ എന്താകും അവസ്ഥ? ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഒടുവിൽ ആ രഹസ്യം പുറത്തു വരുന്നത്. കണ്ണൻ വൈദ്യരെ ചെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അയാൾ സത്യം പറഞ്ഞില്ലെങ്കിൽ പിടിച്ച് അകത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതോടെ ബോധം കെടുത്തുന്നതിന് വേണ്ടിയുള്ള മരുന്ന് തന്നെയാണ് എന്ന് കണ്ണൻ വൈദ്യർ സമ്മതിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവബാലയ്ക്ക് സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ ചതിക്കൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാൾ. ഇതേ തുടർന്ന് ഈ കാര്യം ഇഷ അറിയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.